താങ്ക് യു സെലിൻ മാഡം. അടുത്തതായി ആം ആദ്മി പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ SVSന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശശികുമാർ പാലക്കുളത്തിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഈ നവ സന്ദേശ രാഷ്ട്രീയ ജാഥയുടെ സമാപന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ പാർട്ടിയുടെ പ്രസിഡന്റ് പൂഞ്ഞാർ ലേസിയുടെ പ്രസിഡന്റ് ശ്രീ ഷിബി ജേക്കബ് കളപ്പുരയ്ക്കൽ പറമ്പിൽ, പാർട്ടിയുടെ സമാജത്തിനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട നവീൻജി, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ സെലിൻ ഫിലിപ്പ്, അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ജോയി തോമസ്, പ്രിയപ്പെട്ട ശരൺദേവ്, അതേപോലെ തന്നെ മാഡം ഡോക്ടർ സെബീന, പ്രിയപ്പെട്ട നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമതി ജെസ്സി കുര്യാക്കോസ്, അതുപോലെ തന്നെ പ്രിയങ്കനായിട്ടുള്ള ഉബൈജി, എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന അതിന്റെ മുന്നണി പോരാളികളായിട്ടുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും SVSന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സന്ദേശയാത്രയ്ക്ക് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വളരെ വൈകി ഇരിക്കുകയാണ്. ഇനിയൊരു അധിക പ്രസംഗത്തിന് ഞാൻ തയ്യാറാവുന്നില്ല. ഒരിക്കൽ കൂടി ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കുവാനും അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാർട്ടി പണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് കൂട്ടല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ബഹുജന അടിത്തറ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള ബഹുജന സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളം മുഴുവൻ ഈ പ്രസ്ഥാനത്തെ വികസിപ്പിച്ചുകൊണ്ട് നാളുകളിൽ ഈ സംസ്ഥാനത്തിന്റെ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുവാനുള്ള പുറപ്പാടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ SVS എന്ന് പറയുന്ന ആ പേരും അതുപോലെ തന്നെ ശ്രമിക് വികാസ് സംഘടന അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ പേരുമൊക്കെ, അതോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെ യുവജന വിഭാഗം, പിന്നെ സ്റ്റുഡൻസ് വിഭാഗം, അതുപോലെ തന്നെ വനിതാ വിഭാഗം, ഇങ്ങനെ ഓരോ വിഭാഗങ്ങളെയും പിന്നെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എന്നെ അതിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ സംസാരിക്കാൻ ക്ഷണിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരോടല്ല, എന്റെ ശബ്ദപരിധിയിൽ നിൽക്കുന്ന ഈ നാട്ടിലെ ഇന്നലകളിലെ ഈ രാജ്യത്തെ അധികാരത്തിൽ എത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോടുമാണ് എനിക്ക് പറയാനുള്ളത്. നോക്കുക, ഇവിടെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഇവിടെ പല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചിരുന്നു. ആദ്യമായിട്ട് AITC ആണ് രൂപം കൊണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ട്രേഡ് യൂണിയൻ രൂപപ്പെട്ടു. അതിലേക്ക് INGC രൂപപ്പെട്ടു. അതുപോലെ തന്നെ BJPക്ക് BMS രൂപപ്പെട്ടു. അതുപോലെ തന്നെ മറ്റു കൊച്ചു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അവരുടേതായ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപമെടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് നമ്മുടെ ഈ രാജ്യത്തുള്ള മുഴുവൻ തൊഴിലാളികളും നൂറ്റാണ്ടുകൾക്കപ്പുറം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ആ തൊഴിലാളികൾ ഇന്നും ജീവിച്ചു വരുന്നത്. അവരുടെ ഭൗതിക സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. നമുക്കറിയാം, നമ്മുടെ കൊച്ചു യാത്രകളെ സുഗമമാക്കി തരുന്ന ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട വിഭാഗമാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെ പെട്രോൾ അടിക്കുമ്പോഴും ഡീസൽ അടിക്കുമ്പോഴും അവരെ കൊടുക്കുന്ന ഒരു അധിക നികുതിയുണ്ട്. 2 രൂപ നമ്മുടെ ഗവൺമെന്റ് തൊഴിലാളി വർഗ വിഭാഗത്തിന്റെ ഗവൺമെന്റ് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക നികുതി.
ഈ 2 രൂപ അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് അന്ന് അവർ അവകാശപ്പെട്ടിരുന്നത്. അതിനുവേണ്ടിയാണ് ഈ 2 രൂപ മേടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇടുക്കിയിലെ മറിയാമ്മ ചേർത്തി ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരില് ഒരു ചട്ടിയും കരുത്തിൽ കെട്ടി തൂക്കി ധർമ്മം നിൽക്കുന്ന കാഴ്ച. അവർ മാത്രമല്ല, കേരളത്തിന്റെ പല തെരുവോരങ്ങളിലും ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിന്റെയും അതുപോലെ തന്നെ സേവനത്തിന്റെയും ഭാഗമായിട്ട് നിൽക്കുന്ന തീരെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിന് പോലും ഇവിടെ തെരുവോരങ്ങളിലെ കൊണ്ടു നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. അതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം, ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് ഇന്ന് 7 വർഷമായിട്ട് അവർ ഈ ഭരണത്തിൽ ഏറിയിട്ട് എന്താണ് ഈ കേരളത്തിന് സംഭാവന ചെയ്തത്? കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഒറ്റ കാര്യം ലഭിച്ചു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് സാറേ അത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. ബഹുമാന്യനായ നമ്മുടെ അഡ്വക്കേറ്റ് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കുകയാണ്, എന്താണ്? ഗുരുതരമായ അഴിമതിയാണ്. അഴിമതിയാണോ സത്യത്തിൽ ഇത് തീവറ്റി പോലെയല്ലേ? ഇതിനെ അഴിമതി എന്ന് വിളിച്ച് ചെറുതാക്കാൻ പറ്റുമോ? എത്ര കോടി രൂപയാണ് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അവന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാടിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്ന തുകകളും അതുപോലെ തന്നെ ഖജനാവിലേക്ക് എത്തേണ്ടത് തന്നെ നേരെ തിരിച്ച് അവരുടെ മക്കളുടെ ആ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ പോണ കഥകൾ നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതിനെയാണ് അഴിമതി എന്ന് വിളിച്ച് ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ വൈകിയ വേളയിൽ ഞാൻ ഒന്നും കൂടുതലായി സൂചിപ്പിക്കുന്നില്ല. ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുന്നത്, ആം ആദ്മി പാർട്ടി വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ വോട്ട് നേടി ഓരോ ജനങ്ങളെയും ഓരോ പൗരന്മാരെയും നമ്മൾ സമീപിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം പാലിച്ചും കൊണ്ടാണ് ഇവിടെ ഈ ഭരണം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഈ രാജ്യത്ത് നടക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് അതിനെ ഈ നാട്ടിലെ തൊഴിലാളികൾ സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം മുദ്രാവാക്യങ്ങൾ, ബിജെപിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വോട്ട് നേടി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അവർ വന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ ഏറ്റിട്ടുണ്ടാകും. എന്താണ്? നമുക്കറിയാം, ബിജെപി ഗവൺമെന്റ് കഴിഞ്ഞ നാളിൽ അധികാരത്തിലേറെ വോട്ട് നേടി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു, നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഇതാ 15 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ നിക്ഷേപിക്കാൻ തയ്യാറാണ്, അധികാരം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ. എവിടെയാണ് 15 ലക്ഷം? 15 രൂപ ഈ പറയുന്ന ബിജെപി സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഒരു 15 രൂപ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 50 രൂപയ്ക്കും 40 രൂപയ്ക്കും എത്ര നൽകാമെന്ന് നമ്മളെ വാഗ്ദാനം ചെയ്തില്ലേ? എവിടെയാണത്? നമ്മളതൊക്കെ സൗകര്യപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഈ രാജ്യത്തെ സംഘപരിവാർ പ്രവർത്തകരോട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെന്നും ചോദിക്കൂ, നിങ്ങളുടെ ആദരണീയനായ നേതാവിനോട് അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോട് ചോദിക്കൂ, എവിടെ ആ വാഗ്ദാനം നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനം, നമ്മൾ നെഞ്ചേറ്റിയ ഇടതുപക്ഷ പ്രസ്ഥാനം നമുക്ക് പണ്ടുമുതൽ നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. എന്താണ്? നമ്മൾ കയ്യിലുണ്ടായതെല്ലാം നമ്മുടെ കൈവില്ലേ എന്ന് എന്റെ അപ്പനെയും അമ്മയെയും കൊണ്ട് മുദ്രാവാക്യം പിടിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അവരതിനു വേണ്ടി ജയിൽവാസം ഭരിച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല, ഈ രാജ്യത്തെ ആയിരക്കണക്കിന് പരിപാലനക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പാടത്ത് പണിയെടുക്കുന്നവർ, തോട്ടത്തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഒട്ടനവധി മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, പട്ടികവർഗ വിഭാഗങ്ങൾ, അങ്ങനെ ഒട്ടനവധി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ആ ജനവിഭാഗങ്ങളൊക്കെ അവർ നൽകിയ വോട്ട് നേടി അധികാരത്തിലേറുമ്പോൾ അവർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം പാലിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റുന്നതും നാളെ ഈ പ്രസ്ഥാനത്തെ ഈ നാടിന്റെ രാഷ്ട്രീയമായി മാറ്റണം, അതിനെ എല്ലാവർക്കും കണ്ടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി. നമസ്കാരം.
താങ്ക് യു ശശികുമാർ സാർ. അടുത്തതായി ആം ആദ്മി പാർട്ടിയുടെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാമിന് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു.